ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ക്ലിയറൻസ് സെയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ, പിന്നെ കുറച്ച് എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള കുറച്ച് പ്ലാന്റ്സുകളും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അഗ്ലോണിമയുടെ കോംബോയാണ്. ഇതിൽ 4 പ്ലാന്റുകളാണ് ഉണ്ടായിരിക്കുക കേട്ടോ. 300 രൂപയാണ് കേട്ടോ. ആദ്യം തന്നെ റേറ്റും പറഞ്ഞേക്കാം, 300 രൂപയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണേ. ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് സ്റ്റോക്കിലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണവർക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ വെറൈറ്റി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന വെച്ചാൽ ഇൻഡോർ നമ്മൾ വെക്കുന്നത് പറയുമ്പോഴത്തേക്കും സ്ഥിരം ഇൻഡോറിലല്ലല്ലോ വെക്കുന്നത്, കുറച്ചൊന്ന് കയറ്റി ഇറക്കി അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇൻഡോറിലേക്കൊക്കെ പറ്റിയ ടൈപ്പാണ് ഇത് കേട്ടോ. ഇത് ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത, ഇതൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുള്ളതാ, നിറച്ചും വേര് വരെ മുകളിലാണ് കേട്ടോ. വേരൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. ഒരു സിൽവർ ഇത് വരുന്ന നമുക്ക് ഒസാക്ക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെയൊക്കെ ഒരു വെറൈറ്റി. ഒസാക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റൗണ്ട് ഒക്കെ ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇത് അതിൻ്റെയൊക്കെ അതേപോലെയൊക്കെ തന്നെ നടുക്കൊരു സിൽവർ ടച്ചും സൈഡിൻ്റെ ഗ്രീനും. ആദ്യത്തെ വെറൈറ്റി അതാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് അകത്തേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വെറൈറ്റിയാണ് ഇത് അധികം അങ്ങോട്ട് പൊക്കം വയ്ക്കത്തില്ല, പക്ഷേ ഒത്തിരി അതിൻ്റെ വേരുകൾ ഇങ്ങനെ കിഴങ്ങിക്കൂടെ തന്നെ തൈകൾ ഇങ്ങനെ പൊട്ടി അങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. അങ്ങനെ നമുക്ക് അതിൻ്റെ പോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ കിഴങ്ങുകൾ പോലെ അതിൻ്റെ തൈകൾ പോകുന്നതാണ്. ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റും റൗണ്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കും, എന്നിട്ടാണ് അതിൻ്റെ തൈകൾ വരുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ട് അകത്തേക്ക് പറ്റുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന വെറൈറ്റികളൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു തൈ മേടിച്ചാലും നമുക്ക് നല്ല തിക്കാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് അകത്തേക്ക് ആക്കാം കേട്ടോ. രണ്ടാമത്തെ വെറൈറ്റി ഇതാണ്. ഇതും ഒരു സിൽവർ ഇത് തന്നെയാണ്, ഒരു ഫിനിഷുള്ള നല്ല ഭംഗിയുള്ള ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റ്. ഇത് രണ്ടാമത്തെ കേട്ടോ. ഇതിന് കുറച്ച് ഹൈറ്റ് കുറവാണേ. അങ്ങനത്തെ വെറൈറ്റിയാണ് കേട്ടോ അത്. മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് ലീഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വെറൈറ്റി. ഇങ്ങനെ നാരോ ലീഫാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റെമ്മും ഉണ്ട്, ഗ്രീൻ സ്റ്റെമ്മും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ സ്റ്റെമ്മാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ വിടുന്നത്. ഇങ്ങനെ നാരോ ലീഫ്, അത് ഗ്രീനും ഒരു സിൽവറും കൂടെ ചേർന്നിട്ടൊക്കെ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് അകത്തേക്ക് പറ്റിയതാണ് കേട്ടോ. നാലാമത്തെ വെറൈറ്റി ആർമി എന്ന് പറഞ്ഞാൽ ഇത് അഗ്ലോണിമ അല്ല, ഡിഫറെൻറ്റ് ബാക്കിയ വെറൈറ്റിയാണ്. ആർമി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി കേട്ടോ. നല്ല ഭംഗിയിൽ ഒരു ട്രൈ കളർ എന്ന് പറയും, അല്ലെങ്കിൽ ആർമി എന്ന് പറയും. ഇതിലൊരു 3 കളറുകൾ തന്നെ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വൈറ്റ് ഡോട്ടും ഗ്രീനും യെല്ലോയും, അങ്ങനെ ഒരു യെല്ലോ അല്ല, ഒരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇപ്പം ഈ ഞാൻ കാണിക്കുന്ന കോംബോയുടെയൊക്കെ ഹൈറ്റും ഇതൊക്കെ ഇതിപ്പോൾ ഈ പറയുന്ന സെയിം ഹൈറ്റും ഇതൊന്നുമല്ല. അപ്പോൾ ആയിരിക്കുകയല്ല കേട്ടോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും, വലിപ്പം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി വലിപ്പം ചെറുതായിട്ടൊക്കെ വലിപ്പം കുറവോ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളുടെ പ്രൊപ്പഗേഷനിൽ പെടുന്ന പ്ലാന്റുകളാണ്, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സുകളല്ല കേട്ടോ. എല്ലാ മണ്ണിലാണ് വന്നേക്കുന്നത്, മണ്ണെല്ലാം മാറ്റിയിട്ട് സേഫ് ആയിട്ടായിരിക്കും വിടുക കേട്ടോ. ഇങ്ങനെ 4 വെറൈറ്റി. ഇങ്ങനെ 4 വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. മണ്ണാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഞാൻ വേറെ പോട്ടിലേക്ക് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ 4 വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഈ 4നും കൂടെ 300 റുപ്പീസാണ്. 300 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പം മിനിമം കൊറിയർ ചാർജ് മാത്രമേ വരുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണൊന്നും വെക്കത്തില്ല, ഫുൾ മണ്ണ് കളഞ്ഞിട്ട് അങ്ങനെ പാക്ക് ചെയ്ത്. ഇതിനൊന്നും അങ്ങനെ ഒരു കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണല്ലോ. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ മിനിമം കൊറിയർ ചാർജ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. കുറച്ച് മാത്രം സ്റ്റോക്കിലുള്ളൂ. വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും കേട്ടോ. ഇനി എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഞാൻ സെയിലിനിടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 മാസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല നമ്മളുടെ പ്ലാന്റ്സുകളൊക്കെ ചീത്തയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ വെള്ളം ഒഴിക്കണ പോലെയല്ലല്ലോ അവരൊഴിക്കുക. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് സ്നേഹിക്കുമ്പോഴാണ് കൂടുതൽ പ്ലാന്റ്സുകൾ ചീത്തയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൽ കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് കാണിക്കാം. അഗ്ലോണിമ വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാന്റ് കാണിക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഈ പ്ലാന്റ് സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സെയിലിനിടുന്നത്. ഇത് കേട്ടോ.
ഇത് 2 ഷൂട്ടാണ്. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. വൈറ്റ് ഏഞ്ചൽ എന്ന് പറയുന്നതിന്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, വൈറ്റ് കളറായിട്ട് അങ്ങനെയാണ്. ഇത് കണ്ടോ, തളിരിലയൊക്കെ വരുന്നത് വൈറ്റ്, അടിയിലേക്ക് നല്ല ഒരു ക്രീമും ഒരു യെല്ലോയും ഒരു ഗ്രീനൊക്കെ ചേർന്നിട്ട് അങ്ങനെ വരുന്നത്. ഇത് കണ്ടോ, നല്ല ഇത് പ്യൂർ വൈറ്റ് അല്ല, ഒരു ഗ്രീൻ ചേർന്നിട്ടുള്ള ഒരു വൈറ്റ് ഇല്ലേ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ്. ഇത് ഒരു വലിയ പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വലിയ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒത്തിരി ചെറുതല്ല, അതും നിങ്ങൾക്ക് തിരിച്ചു നടാവുന്നതാണ്. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് റേറ്റ് വരുന്നത് 700 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. താല്പര്യമുള്ള ആൾ ആദ്യം മെസ്സേജ് ചെയ്യണേ, ആൾക്ക് ഇത് കിട്ടും കേട്ടോ. 700 ആണ് റേറ്റ് വരുന്നത്. കണ്ടോ, ഇത്രയും നല്ല പ്ലാന്റ് കേട്ടോ. ഇത്രയും ഇലകളും സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ, വ്യത്യാസം ഉണ്ടായിരിക്കില്ല, സെയിം പ്ലാന്റ് തന്നെയായിരിക്കും. ഇനി ഞാനൊരു കോംബോ കാണിക്കട്ടെ, ഫിലാഡോണ്ടോൺ വെറൈറ്റിയുടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിലാഡോണ്ടോൺ വെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻ്റെ കളക്ഷനിലുള്ള ഒരു പ്ലാന്റ്. പക്ഷെ അത് മഴയത്തായിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഇല പൊട്ടിയിട്ടുണ്ട്. എന്നാലും ഇതാണ് പ്ലാന്റ് ഉണ്ട്, വലിയ പ്ലാന്റ് ആണ്. ഞാൻ ഇത് തന്നെ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഇതാ ഇതിൻ്റെ പാറ്റ് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഇലയാവുമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞില്ലേ. ഇതിൻ്റെ ഒരു ചെറുതായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ, ഇനിയും വലുതായി വരും. ഇതിപ്പോൾ വിരിഞ്ഞ വന്നേക്കണേ, ഇത് കണ്ടോ, വിരിഞ്ഞ വന്നേക്കണേ ഇലകളൊക്കെ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇത് വരണേ. ഈ സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സെയിം പ്ലാന്റ് തന്നെയായിരിക്കും. ഈ കോംബോ ആദ്യം ചോദിക്കുന്ന ആൾക്ക് കിട്ടും കേട്ടോ. ഇത് ആദ്യത്തെ വെറൈറ്റി. രണ്ടാമത്തെ വെറൈറ്റി പ്ലൂട്ടോയുടെ തന്നെ നിയോൺ കളറാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് സ്റ്റെം കുത്തി കൊടുക്കാറായിട്ടുണ്ട്. പക്ഷെ ഞാൻ കുത്തി കൊടുത്തില്ലായിരുന്നു, സ്റ്റെപ്പുമായിട്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തോളൂ. 2, 3, 4, 1, 2, 3 മിനിമം 3 പ്ലാന്റെങ്കിലും ആക്കി എടുക്കാൻ പാകത്തിനുള്ളതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഒരു പോട്ടിൽ തന്നെ 3 എണ്ണമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെം കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ വളർന്നോളൂ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ രണ്ടിനും കൂടെ, ഈ 2 പ്ലാന്റിനും കൂടെ 700 ആണ് റേറ്റ് വരുന്നത്. കോംബോയാണ്. അപ്പോൾ ഈ കോംബോയ്ക്ക് 2 പ്ലാന്റിനും കൂടെ 700. അത്രയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല മെച്ചുവേർഡ് പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, അതിൻ്റെ ഫ്ലവർ ഫിലാഡോണ്ടോൺ ഫ്ലവർ കാണാത്തവർ കണ്ടോ കേട്ടോ. ഇത് ഫ്ലവറാണ് വരുന്നത്. ഇത് കണ്ടോ അത്. അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ റൂട്ടൊക്കെ നോക്കി, ഇത് കണ്ടോ, റൂട്ടുകളൊക്കെ പുറത്തേക്ക് അങ്ങനെയായിട്ട് ഇരിക്കണേ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് തന്നെയാണ് 700 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ഞാൻ കാണിക്കാം. അടുത്തത് കോംബോ അല്ല കേട്ടോ, കോംബോ അല്ല, ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. അടുത്ത പ്ലാന്റ് മോൺസ്റ്റേറ ഡെലൂസിയോസയുടെ സ്മോൾ സൈസിലുള്ള പ്ലാന്റുകൾ. ഇത് കാണാം കേട്ടോ, മോൺസ്റ്റേറ ഡെലൂസിയോസ വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇത്രയും ഫെനസ്ട്രേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ കീറി നല്ല ഭംഗിയിൽ വരും കേട്ടോ. ഇത് കണ്ടോ, നല്ല രസം അതിൻ്റെ കാണാൻ. റൗണ്ട് ഷേപ്പിൽ വരും. അതിൻ്റെ ഫെനസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത ചെറിയ പ്ലാന്റുകൾ, ഇത്രയും വലിയ പ്ലാന്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെൻ്റെ പേഴ്സണൽ കളക്ഷനുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അത് നല്ല രസമാണ്, സ്റ്റിക്ക് കൊടുക്കാറൊക്കെ ആയിട്ടുണ്ട്, അത്ര ഇലകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ പ്ലാന്റ് ആണ്, ഫെനസ്ട്രേഷൻ ഒന്നും വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു 2 ഇല, രണ്ടാമത്തെ ഇലയിലൊക്കെ ആവുമായിരിക്കും കേട്ടോ, ഫെനസ്ട്രേഷനൊക്കെ ആവുമായിരിക്കും, ഇങ്ങനെ ഹോളൊക്കെ വരുമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതാണ് സൈസ്. ഇത് 2 പ്ലാന്റുകൾ മാത്രമാണ് സ്റ്റോക്കിലുള്ളൂ കേട്ടോ. ഇതൊക്കെ മാറിയൊക്കെ ഇരുന്നതായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ പ്ലാന്റ്സുകളൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടോ, ഈ സൈസിലുള്ള പ്ലാന്റ് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്, 100 രൂപ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ആന്തൂറിയത്തിൻ്റെ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആന്തൂറിയം ഡോഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 220 ആണ് റേറ്റ് വരുന്നത്. ഇത് കണ്ടോ, ഈ 2 പ്ലാന്റുകളാണ് സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇത് കാറ്റലോഗിൽ കൊടുത്തേക്കുമോ? നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം, ചെറിയ ഇതായിട്ട് ഫോട്ടോകൾ കൊടുത്തേക്കാം കേട്ടോ. ഇതും കൊടുത്തേക്കാം കേട്ടോ, നമ്മുടെ മോൺസ്റ്റേറയും കാറ്റലോഗിൽ കൊടുത്തേക്കാം. പിന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു, അതും ഞാൻ വിട്ടുപോയിട്ട് ഇരുന്നതായിരുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ, 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. പിന്നെ ഫ്ലവർ ജിഞ്ചറിൻ്റെ സ്റ്റോക്കിലുണ്ട്, അത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. ഒരു പോട്ടിൽ 5 പ്ലാന്റ് ആയിരിക്കും, അതും കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ആന്തൂറിയം വെറൈറ്റി, അഗ്ലോണിമ വെറൈറ്റി, റെഡ് വെറൈറ്റി, ജയ്പോങ് റെഡ്, 2 ഷൂട്ടിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ സ്റ്റോക്കിലുണ്ട്. ഇത് റേറ്റ് വരുന്നത് 250 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 250 ആണ് റേറ്റ് വരുന്നത്.
പിന്നെ അതാ പ്യുമിലയുടെ ക്രിങ്കിൾ ഈ വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയത് കാണാൻ കേട്ടോ. നമ്മുടെ ഫൈക്കസ് വെറൈറ്റിയാണ്, അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഇല്ലേ നമ്മുടെ കലാഡിയം വെറൈറ്റി, കലാഡിയം സീബ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി, ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. അത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കാറ്റലോഗിലും കൂടെ ഒന്ന് സെർച്ച് ചെയ്തോളൂ. പിന്നെ കുറച്ച് പ്ലാന്റുകൾ ഞാൻ കാണിച്ചു പോട്ടെ. ആന്തൂറിയം വെറൈറ്റി കുറച്ചുകൂടി കൂടി സ്റ്റോക്കിൽ ഇരിപ്പുന്നുണ്ട് കേട്ടോ. അതാ ഇത് റെഡ് വെറൈറ്റിയാണ്, അത് സ്റ്റോക്കിലുണ്ട്. ഒരു പോട്ടിൽ ഇതാ ഇങ്ങനെ 2 പ്ലാന്റുകളും പിന്നെ ഇതേ അതിൻ്റെ കൂട്ടത്തിൽ ബേബി പ്ലാന്റുകളൊക്കെ കണ്ടോ. അങ്ങനെ കുറേ ഇതായിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പിന്നെ കലാത്തികൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. 2 പ്ലാന്റിന് 580 റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഏത് വെറൈറ്റിയൊക്കെയാണ്, ഈ ഒരു വെറൈറ്റി ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി വിറ്റാറ്റയും കൂടെ 580 കോംബോ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് ഹോമിലോമിന ഗോൾഡ് സ്റ്റോക്കിലുണ്ട്, കുറച്ച് മാത്രം സ്റ്റോക്കിലുള്ള. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ഞാൻ തപ്പി പിടിക്കട്ടെ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ സ്റ്റോക്കിലുള്ളത് നമ്മളുടെ കയ്യിൽ ഉള്ളത്, ഞാൻ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇനിയും വരാം കേട്ടോ ഉടനെ തന്നെ വീഡിയോ ആയിട്ട്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.